പോസ്റ്റ് ഇടേണ്ടി വന്നു, അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കേണ്ടി വന്നു. അല്ലാതെ എത്ര പറഞ്ഞിട്ടും 1 വർഷത്തിന് മുൻപ് 2 വർഷത്തിന് മുൻപ് പറഞ്ഞിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിനോ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ആളുകൾക്കോ നമ്മുടെ മുഖ്യമന്ത്രിക്കോ എന്തിനേറെ പറയും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പോലും ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പൊങ്കാലയിടാനും അദ്ദേഹത്തിനെ HOD സ്ഥാനത്ത് നിന്ന് മാറ്റാനും അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പരാതികളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നു. ഈ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയല്ലേ അവിടേക്കുള്ള എക്യുപ്മെൻറ്റ്സ് വന്നത്. ആ എക്യുപ്മെൻറ്റ്സ് വന്നതുകൊണ്ട് തന്നെയല്ലേ അവിടേക്ക് ഈ പറയുന്ന എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ അവിടെ വരുന്ന ആശ്രയിക്കുന്ന ആളുകൾക്കും അവർക്കൊരു ചികിത്സ നൽകാൻ സാധിച്ചത്. ആ ചികിത്സയിൽ കൂടി എത്ര പേരുടെ പുതിയ ജീവനാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. സാധുജനങ്ങളുടെ ആതുരാലയമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ ഒരു സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നത്? നമുക്കറിയാം പണ്ട് നമ്മുടെ